ചിലർക്ക് ചില ധാരണകളുണ്ട്. താടിയും മുടിയും നീട്ടി ഇച്ചിരി മദ്യവും കഴിച്ച് കഞ്ചാവൊക്കെ അടിച്ച് നടന്നാലേ ഒരു കലാകാരനാവുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നാലും ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളെല്ലാം മറക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഇപ്പോൾ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും. അത്ര പ്രോത്സാഹനം ആരും തന്നെ കൊടുക്കാറില്ല. ചിത്രങ്ങൾ ആരും വാങ്ങാറില്ല. ഞാൻ ജോണി ടി ജെ, റിട്ടയേർഡ് ഡ്രോയിങ് അധ്യാപകനാണ്. കോതമംഗലം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് റിട്ടയർ ആയത്. ഞാൻ എൻ്റെ സ്ഥലം മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള മീങ്കുന്നമാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള, മൂവാറ്റുപുഴയിൽ നിന്ന് ഏതാണ്ട് 9 കിലോമീറ്റർ വന്നാൽ മീങ്കുന്നമാവും. ആ മീങ്കുന്നം സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വൈഫ് മേരി മീങ്കുന്നം സ്കൂളിൽ നിന്ന് റിട്ടയറായ അധ്യാപികയാണ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് മോള്, ഇളയത് മോൻ. മോള് എൻജിനീയറാണ്. അവളിപ്പോൾ US വർക്ക് ചെയ്യുന്നു. മോൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. 2 പേരും മാരേജ് കഴിഞ്ഞു. 2 പേർക്കും ഓരോ കുട്ടികളുണ്ട്. പിന്നെ ഞാനൊരു ചിത്രം വരച്ചാൽ ഏറ്റവും ആദ്യം കാണുന്നത് എൻ്റെ വീട്ടിലുള്ള ഭാര്യയും മക്കളും ആയിരിക്കും. ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നതും വീട്ടിൽ നിന്നാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പ്രകൃതി ദൃശ്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അതും ഞാൻ ഓയിൽ പെയിൻറ്റിങ്ങിലാണ് എല്ലാം ചെയ്യുന്നത്. ഓയിൽ പെയിൻറ്റിങ് ആണെങ്കിൽ കൂടുതൽ കാലം നിലനിൽക്കും. ഈടുറ്റ പെയിൻറ്റിങ്ങുകളായിരിക്കും. എത്ര വർഷം ഇരുന്നാലും ഫെയ്ഡാവില്ല. പേപ്പറുകളിലായാലും മാസികകളിലായാലും അല്ലെങ്കിൽ ഫോണിലോ ഏതെങ്കിലും രീതിയിലുള്ള ചിത്രങ്ങൾ, പല രീതിയിലുള്ള ചിത്രങ്ങൾ അവിടെ കാണാൻ പറ്റുമല്ലോ. ആ സമയത്ത് ഞാനത് മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാറ്. പ്രകൃതി ദൃശ്യത്തോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ മറ്റുള്ള ചിത്രങ്ങൾ ഞാൻ വരയ്ക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളതും പ്രകൃതി ദൃശ്യങ്ങളാണ്. ഞാൻ മെയിനായിട്ടും പ്രൈമറി കളർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിൻ്റെ അത് ഓയിൽ പെയിൻറ്റിങ്ങിൽ വൈറ്റ് ഉപയോഗിക്കും, ബ്ലാക്ക് ഒരിക്കലും ഉപയോഗിക്കാറില്ല. റെഡും ബ്ലൂവും യെല്ലോയും അത് പ്രൈമറി കളറാണ്. അത് 3 ഉപയോഗിച്ചാണ് ചെയ്യാറ്. പിന്നെ ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഉപയോഗിക്കും. ഹൈ ലൈറ്റും ഹൈ ഷെയ്ഡും ആയിട്ടാണ് ഞാൻ കൂടുതൽ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. അത് കൂടുതൽ ആകർഷണം ഉള്ള ചിത്രങ്ങളാണ്. അങ്ങനെയുള്ള ചിത്രങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ ഡ്രോയിങ് അധ്യാപകരുണ്ടായിരുന്നു. അവരാണ് കൂടുതൽ എനിക്ക് ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത്. എന്ത് വരച്ചു കഴിഞ്ഞാൽ അവർ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. തെറ്റുകൾ എപ്പോഴും തിരുത്തി തരാറുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഞാൻ ചിത്രകല പഠിച്ചത് 1 വർഷമാണ് പഠിച്ചത്. പിന്നെ ഇങ്ങനെ ചെയ്ത് ഉള്ള ആ പ്രാക്ടീസാണ് എനിക്ക് കൂടുതലുള്ളത്. ഒരാളുടെ കീഴിൽ ഒത്തിരി നാൾ ഞാൻ പഠിച്ചിട്ടില്ല. ഏതാണ്ട് 81-ലാണ് ഞാൻ ചിത്രകല പഠിക്കാൻ പോയി. 1 വർഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. അതിനുശേഷം ഞാനിത് സൈഡായിട്ട് എപ്പോഴും തന്നെ വരയ്ക്കാറുണ്ടായിരുന്നു. കൂടുതൽ കാലം വരച്ചിട്ടുണ്ട്. എന്നും വരച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് വരച്ചിട്ട് സ്ലോവിലാക്കിയേക്കുക. അഞ്ച് എക്സിബിഷനുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. 2 എക്സിബിഷനുകൾ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലാണ്, കോതമംഗലം സെൻറ്റ് ജോർജ് സ്കൂളിലാണ് നടത്തിയത്. അവിടെ വെച്ച് ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ സ്കൂളിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച്, പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒരു 3-4 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ചിത്രകലയായിട്ടുള്ള ബന്ധപ്പെട്ടും അല്ലാതെയുള്ള എക്സിബിഷൻ, സയൻസ് എക്സിബിഷൻ എല്ലാം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ ചിത്രങ്ങൾ കണ്ട എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ എടവപ്പള്ളിയിൽ ചിത്രങ്ങൾ എക്സിബിഷൻ നടത്തിയിരുന്നു. അത് അന്ന് ഏതാണ്ട് 40ഓളം ചിത്രങ്ങളുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കുരിശിൻ്റെ വഴി 14 സ്ഥലങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. അത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ്. അന്നും ഒത്തിരി ആൾക്കാർ കാണാൻ
വന്നിരുന്നു. നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. ആയിരത്തി 1986 ആദ്യം സർവീസ് കയറുന്നത്. പാറത്തോട് സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പാറത്തോട് കമ്പിളിയുടെ അടുത്ത്. അതിനുശേഷം പല സ്കൂളുകളിലെയും വർക്ക് ചെയ്തു. അവസാനം വന്ന് ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്ത് കോതമംഗലം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടുന്ന് തന്നെയാണ് റിട്ടയർ ചെയ്തത്. 10 വർഷം അവിടെ വർക്ക് ചെയ്തു. ഏറ്റവും നല്ലൊരു പീരീഡായിരുന്നു. അവിടെ വർക്ക് ചെയ്യാൻ നല്ല സുഖമായിരുന്നു. നല്ല സപ്പോർട്ടും എല്ലാ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും വരയ്ക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വരയ്ക്കാറ്. ഒരെണ്ണം വരച്ച് തീർന്നു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും വരയ്ക്കാനുള്ള ഒരു പ്രവണത കൂടുതൽ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഇടവക മീങ്കുന്നം സെൻറ്റ് ജോസഫ് ദേവാലയമാണ്. ഞങ്ങളുടെ ഇടവക വികാരിയായ ഫാദർ ജേക്കബ് തലാപ്പള്ളി അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ നമ്മുടെ പള്ളിയിലേക്ക് വേണ്ടി ഒരു ചിത്രം വരച്ചിരുന്നു. അത് ധൂർത്തപുത്രൻ്റെ ചിത്രമാണ്. ഏകദേശം 1 വർഷത്തോളം എടുത്ത് ചെയ്ത ഒരു ചിത്രമാണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കോട്ടയം മൂവാറ്റുപുഴ റൂട്ടിൽ പിയാത്ത ഇരിക്കുന്നത്. ആ പിയാത്ത പള്ളിയാണ് എൻ്റെ ഇടവക. ആ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് ആ ചിത്രം കാണാൻ സാധിക്കും. ഞങ്ങളുടെ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുമ്പസാരക്കൂടിൻ്റെ മുകളിലാണ് ആ ചിത്രം വച്ചിരിക്കുന്നത്. എൻ്റെ അധ്യാപക ജീവിതകാലത്ത് എനിക്ക് കോതമംഗലം രൂപതയുടെ ബെസ്റ്റ് അധ്യാപകൻ എന്നുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം കിട്ടുന്ന ഒരു അവാർഡാണത്. അതിനുശേഷം പല സംഘടനകളും എനിക്ക് അവാർഡുകൾ നൽകിയിട്ടുണ്ട്. പെൻഷൻ സംഘടനകൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനം കിട്ടിയത് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരമാണ്. കുർബാനയുടെ സമയത്ത്, പ്രസംഗത്തിൻ്റെ സമയത്ത് എന്നെ ആദരിക്കുകയും പൊന്നാട അണിച്ച് ആദരിക്കുകയും മൊമൻറ്റോ നൽകി ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണത്. ചിലർക്ക് ചില ധാരണകളുണ്ട്. താടിയും മുടിയും നീട്ടി ഇച്ചിരി മദ്യവും കഴിച്ച് കഞ്ചാവൊക്കെ അടിച്ച് നടന്നാലേ ഒരു കലാകാരനാവുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ഞാൻ മദ്യം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പുക വലിക്കാറില്ല. അത് ഇല്ലെങ്കിലും ഇഷ്ടം പോലെ വരയ്ക്കാനുള്ള ആ ഒരു പ്രചോദനം എനിക്ക് കിട്ടാറുണ്ട്. കല കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക് ശരിക്കും. കാരണം ഞാൻ ജോലി നേടി ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ജോലിക്ക് പ്രശ്നം സംഭവിച്ചു. പിന്നെ ഏതാണ്ട് ഒരു 14 വർഷത്തോളം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14 വർഷത്തോളം ബ്രേക്കായിട്ട് ഞാൻ നിന്ന. അതിനുശേഷമാണ് വീണ്ടും ജോലിയിൽ കയറുന്നത്. വേണ്ടത്ര പ്രോത്സാഹനം സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും ഇപ്പോൾ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും. അത്ര പ്രോത്സാഹനം ആരും തന്നെ കൊടുക്കാറില്ല. ചിത്രങ്ങൾ ആരും വാങ്ങാറില്ല. എല്ലാവർക്കും ചിത്രങ്ങൾ ഇഷ്ടമായിരിക്കും, കാശ് കൊടുത്ത് വാങ്ങാൻ താല്പര്യം നമ്മുടെ നാട്ടിൽ പലർക്കും ഇല്ല. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നാലും ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളെല്ലാം മറക്കാൻ സാധിക്കുന്നുണ്ട്. ജോലിക്ക് പ്രശ്നം നേരിട്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു പെൻഷനാണ്. അത് വലിയൊരു കാര്യമാണ്. വളർന്നു വരുന്ന തലമുറ ഇപ്പോൾ ഈ ഫോണിന് അഡിക്റ്റ് ആയിട്ട് പോയി.
അവർ ഒന്നും ചെയ്യാനുള്ള മനസ്ഥിതി ആർക്കുമില്ല. എപ്പോഴും തടഞ്ഞുകൂടിയിരിക്കുക. ഏത് ഫീൽഡിലായാലും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ മുന്നേറാൻ സാധിക്കുകയുള്ളൂ.